തെരഞ്ഞെടുപ്പുകൾക്കൊരുങ്ങാൻ BJP സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം. കേരളത്തിന്റെ വികസനമാണ് BJP ലക്ഷ്യമിടുന്നതെന്നും മാറ്റം ആവശ്യമെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യണമെന്നും അമിത്ഷാ പറഞ്ഞു. 2026-ൽ BJP കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി അമിത്ഷാ LDF-നും UDF-നും എതിരെ രൂക്ഷ വിമർശനവും ഉന്നയിച്ചു. कम्युनिस्ट पार्टी के लिए केरल का विकास, इसके ऊपर कैडर का विकास है और भारतीय जनता पार्टी के लिए कैडर के विकास के ऊपर विकसित केरलम है. और मित्रों, ये LDF, UDF, LDF, केरल की जनता ने कई साल तक दोनों को मौके दिए, मगर दोनों ने किया क्या? हिंसा, भ्रष्टाचार, वोट बैंकों की निर्मिति, एपीसमेंट और देश विरोधी तत्वों का केरल में पनाहगाह बनाने का काम किया है. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലെ പ്രസംഗം പോലെയായിരുന്നു പുത്തരിക്കണ്ടത്ത് അമിത്ഷായുടെ ഇന്നത്തെ പ്രസംഗം. BJPയുടെ ഒരു താഴെത്തട്ടിലൊക്കെയുള്ള നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നേതൃയോഗമാണ്. അതിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ള നീക്കങ്ങൾ അതുതന്നെയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ അമിത്ഷായുടെ പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നത്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, സംസ്ഥാനത്തിന്റെ BJPയുടെ വികസന സമിതി സമ്മേളനമാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്നത്. അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP നേതാവും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള അമിത്ഷാ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സംസ്ഥാന സർക്കാരിനെതിരെ മുന്നോട്ട് വെച്ചത്. വിദേശത്ത് പോയിരിക്കുന്ന പിണറായി വിജയൻ ഇവിടെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട് എന്ന് അറിയണം, ആ ഒച്ചത്തിൽ ഭാരത് മാതാ കീ ജയ് എന്ന മുദ്രാവാക്യം വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസംഗം ആരംഭിച്ചത്. ഒപ്പം കേരളത്തിൽ മാറി മാറി വന്ന UDF, LDF സർക്കാരുകൾ കേരളത്തിന് എന്ത് നൽകി? പലതവണ ഇവർക്ക് അവസരം സംസ്ഥാനത്തെ ജനങ്ങൾ നൽകിയിട്ടും അക്രമ രാഷ്ട്രീയം മാത്രമാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ 2026-ൽ വികസന കേരളം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള BJP അധികാരത്തിൽ വരും, NDA അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഈ ഒരു പ്രഖ്യാപനമായി അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഒപ്പം കേന്ദ്ര സർക്കാർ നടത്തിയ ഓരോ വികസന പദ്ധതികളും എണ്ണി പറയുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ നൽകിയ വികസന പദ്ധതികൾ എണ്ണി പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള വിജയം BJPക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. 25% വോട്ട് നൽകി കേരളത്തിൽ വിവിധ വാർഡുകളിൽ, പല വാർഡുകളിൽ, ഭൂരിപക്ഷം വാർഡുകളിലും BJP അധികാരത്തിൽ വരും. അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തകർ മുന്നോട്ട് വെക്കണം എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ്. ഒപ്പം 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുന്നതിനു വേണ്ടി, സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നതിനു വേണ്ടി എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും വരുന്ന മാസങ്ങളിൽ ഈ BJP അല്ലെങ്കിൽ NDA വലിയ രീതിയിലുള്ള പ്രവർത്തനവുമായി ഇറങ്ങണം, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു ആഹ്വാനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്തായാലും ആവേശകരമായിട്ടുള്ള ഒരു പ്രസംഗം തന്നെയാണ് അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ജനങ്ങൾക്കും അത് വലിയ രീതിയിലുള്ള ആവേശം ഉണ്ടാക്കി എന്ന് വേണം പറയാൻ. എന്തായാലും സംസ്ഥാന സർക്കാരിനെ ഇകഴ്ത്തിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയുമുള്ള വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരുന്നു. ഒപ്പം രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് നടത്തിയ LDF നടത്തിയ ചില അഴിമതികൾ, അതായത് സഹകരണ ബാങ്ക് അഴിമതി, അതുപോലെ തന്നെ വിവിധ അഴിമതികൾ എണ്ണി അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായ. അഴിമതി രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവുമാണ് മാറി മാറി വന്ന LDF-ഉം UDF-ഉം സംസ്ഥാനത്ത് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ BJP-യാണ് വികസന കേരളത്തിന് വേണ്ടി അധികാരത്തിലേക്ക് എത്തേണ്ടത് എന്നുള്ള ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസംഗം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങിയത്. വിജയകുമാർ, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.